രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പൊ BP ചേട്ടൻ പണി തന്നോന്നറിയാൻ വേണ്ടി നേരെ ഹോസ്പിറ്റലിൽ പോയി BP ചെക്ക് ചെയ്തപ്പോൾ ശരിയായിരുന്നു, 70-80 BP ഉണ്ടായിരുന്നത് കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ടേ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട് തുടങ്ങും. രാവിലെ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്നലെ ഉണ്ടല്ലോ രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്സിഡന്റിന്റെ ന്യൂസ് കേട്ടോ. അത് കേട്ടതിന് ശേഷം ഒന്നും അടുക്കള ഒന്നും കിച്ചൺ ക്ലീൻ ചെയ്യേ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് സാധാരണ എല്ലാ ദിവസവും എൻ്റെതൊരു 4:30-5 മണീൻ്റെ ഉള്ളിൽ ഞാൻ എഴുന്നേക്കൂട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ കേട്ട് അതിലൊരു വേറെ ആർക്കും സീരിയസ് ആയിട്ട് ഇഷ്യൂ ഒന്നും ഇല്ലയെന്ന് പറയാൻ ഒരു 1 മണി 2 മണിയൊക്കെ ആയിട്ടോ. കുറച്ച് അതിന് ശേഷം ഞങ്ങൾ ഉറങ്ങി. അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ നല്ല ലേറ്റായി. അപ്പോഴേക്ക് പിന്നെ അധികം കുക്കിംഗ് പരിപാടികളൊന്നും നടന്നില്ല. അപ്പം ഞാൻ സച്ചുവിനൊരു മീൻ വറുത്തതും ഒരു ഉപ്പേരിയും കൊടുക്കാം എന്നുള്ള പ്ലാനിൽ അതൊക്കെ വേഗം ഉണ്ടാക്കിയിട്ടോ. അങ്ങനെ സച്ചുവിനെ ഫൈനലി സ്കൂൾ ബസ്സൊക്കെ കയറ്റി വിട്ടു. അപ്പൊ ഇന്നൊക്കെ ആളുകൾക്ക് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് കൊടുത്തയച്ചിട്ടോ. സാധാരണ അവന് ബിസ്ക്കറ്റ് അങ്ങനെ ബേക്കറി ഐറ്റംസ് കൊടുത്തയക്കാറില്ല. കാരണം അവന് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തയക്കാറ്. അവർക്ക് 2 ടൈം സ്നാക്സ് ഉണ്ട് കേട്ടോ. മോർണിംഗ് സ്നാക്സും ഈവനിങ് സ്നാക്സും ഉണ്ട്. അത് ഇവിടെ അത് നല്ലതാണ് കേട്ടോ. കാരണം 3:30 സ്കൂൾ വിട്ടിട്ടുണ്ട്. ഇവര് വീട്ടിലെത്താൻ 4:45-5 മണിയാവും. ബ്ലോക്കൊക്കെ ഉള്ള ദിവസം അതിലും കൂടുതൽ ടൈം എടുക്കും. അപ്പം ഈവനിങ് എന്തെങ്കിലും ഇച്ചിരി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം വിശപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്ക് ക്ഷീണിച്ച് തളർന്ന് അവശരായിട്ടാണ് വരാം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഞങ്ങൾ ബേക്കറി ഐറ്റംസ് അധികം കൊടുക്കാറില്ലായിരുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയോ, ഇവനെ നല്ല എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്. എക്സ്ട്രീം ഡ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന്റെ മേലെ, അതായത് ഈ കുട്ടീന്റെ ദേഹത്ത് നിന്ന് നമ്മൾ ഡ്രസ്സ് കഴിക്കുന്ന സമയത്ത് പൊടി വറക്കുമായിരുന്നു. അതുപോലെ ഇങ്ങനെ തൊലി ഇങ്ങനെ പീലായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു വരികയായിരുന്നു. ഇങ്ങനെ റാഷസ് വരികയായിരുന്നു. ഭയങ്കര ചൊറിച്ചിലും. അപ്പൊ കുറെ ഡോക്ടേഴ്സിനെ ഞങ്ങൾ കാണിച്ച സമയത്ത് എല്ലാരും പറഞ്ഞു ഒരു 12 വയസ്സ് വരെ ഇങ്ങനെ ഉണ്ടാവും, 12 വയസ്സിന് ശേഷം അത് മാറിക്കോളും എന്ന് പറഞ്ഞു. നോർമൽ സ്കിൻ ടോണിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഫ്രണ്ട് ഒരു മോയ്സ്ചറൈസർ പറഞ്ഞു, നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. അത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് അവന് കുറേ മാറ്റങ്ങൾ വന്നത് കേട്ടോ. പിന്നെ മാത്രമല്ല ഞങ്ങൾ നന്നായിട്ട് സ്കിന്ന് ടേക്ക് കെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ നോൺ ഫ്രാഗ്രൻസ് ആണ്. അങ്ങനെ ഞാനിതുവരെ കേട്ടിട്ടില്ലാത്തൊരു മോയ്സ്ചറൈസർ ആയിരുന്നു കേട്ടോ. പക്ഷെ അവരെ കുട്ടിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ ഒരു മോയ്സ്ചറൈസറും കൊണ്ടിട്ട് ഒരു പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് പോയി കാണിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു നല്ല മോയ്സ്ചറൈസറാണ്, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് എക്സ്പെൻസീവാണ്. ഒരു ബോട്ടിലിന് ഒരു 1400 രൂപ വരുന്നുണ്ട്. അങ്ങനെ അവന് ഒരു മന്ത്ലി ഒരു 2 ബോട്ടിൽ വേണം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആ മോയ്സ്ചറൈസർ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. നല്ല മോയ്സ്ചറൈസറാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് അവന് നല്ല ചേഞ്ചസ് വന്നത്. സ്കിന്ന് ഞങ്ങൾ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ഒന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 4 വയസ്സ് വരെയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നവരെ അവന് ഉറങ്ങാറേ ഇല്ലായിരുന്നു. അതുപോലെ രാത്രിയൊക്കെ കുട്ടിക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു പനി വന്നു കേട്ടോ. ആ പനി വന്ന് ആൻറ്റിബയോട്ടിക് എടുത്തതിൻ്റെ പ്രശ്നമാണോ എന്താണെന്നറിയില്ല, സ്കിന്ന് കൂടുതൽ പീലാവാൻ തുടങ്ങി. നന്നായിട്ട് എനിക്ക് അവന് നന്നായിട്ട് വേദനയൊക്കെ കുറേ സഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ചില സമയത്തൊക്കെ ഇങ്ങനെ കരയായിരുന്നു. പിന്നെ ഈ ചൊറിച്ചിലൊക്കെ അധികമായിട്ട് ഇങ്ങനെ കരയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. ഇപ്പം എന്തായാലും നല്ല ചേഞ്ചസ് വന്നു. നല്ല ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ പഴയ സ്കിൻ എങ്ങനെയാണെന്നുള്ളത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ആക്കി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൽ ഞാൻ സെറ്റാഫിലായിരുന്നു ആ സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവന് സെറ്റാഫിൽ പോരായിരുന്നു ശരിക്കും. സെറ്റാഫിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ഉണ്ടാവും. പക്ഷേ 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് വീണ്ടും സ്കിന്ന് പഴയ രീതിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു മണിക്കൂർ കൂടുമ്പോൾ അതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണമായിരുന്നു.
പക്ഷേ ഇപ്പം യൂസ് ചെയ്യുന്ന ക്രീം ഡെയിലി ട്വൈസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യും, തിരിച്ച് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം കുളിപ്പിക്കുമല്ലോ, അത് കഴിഞ്ഞിട്ടും അപ്ലൈ ചെയ്യും. നല്ല ക്രീമാണ് കേട്ടോ. ഇതെന്താണെന്നറിയോ? ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റാണ്. സച്ചിട്ടിൻ്റെ പിറന്നാളാണ്, മാർച്ച് 6 ബർത്ത്ഡേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ മലയാളം മാസമല്ല ഇംഗ്ലീഷ് മാസമാണ് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൽ അവന് വേണ്ടിയിട്ട് മേടിച്ച സാധനമാണ്. ഈ ലോകത്തിൽ ഒരു 6 വയസ്സുകാരൻ ഇതുപോലൊരു ഗിഫ്റ്റ് ഒരു പാരൻസിനോട് ചോദിച്ചിട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ചോദിക്കുന്നുള്ളത്. ഞങ്ങൾ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അവർ സ്കൂട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നൊരു കുറച്ച് നല്ല ഗിഫ്റ്റായിട്ട് അവന് ഞങ്ങൾ കൊടുത്തിട്ടില്ല. എപ്പോഴും എന്തെങ്കിലും ചെറിയ ചെറിയ ടോയ്സൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പം എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ ഞങ്ങളോട് ചോദിച്ചൊരു ഗിഫ്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവൻ എന്താണ് ഇതിൻ്റെ ഒരു ആവശ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ എന്തിനാണോ ഇത് പറഞ്ഞത്? ഇത് കണ്ടോ, ഇതിനകത്ത് മുഴുവൻ നമ്മുടെ ഈ സ്ക്രൂ ഡ്രൈവർ, സ്പാനറ്, അതുപോലെ ഈ ഇതൊക്കെ ഇതെന്താ തെർമോമീറ്ററോ, ഇതൊക്കെ എന്താണാവോ? തെർമോമീറ്ററോ എന്തോ ഒരു സംഭവം കേട്ടോ. തെർമോമീറ്റർ അല്ല, ഡയറക്റ്റ് ടെസ്റ്റ് എന്തോ എനിക്ക് തോന്നുന്നു കറണ്ട് കുത്തിയിട്ടുണ്ട്. കറണ്ട് ഉണ്ടോ നോക്കുന്ന സംഭവമാണെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായില്ല എന്താന്നുള്ളത് കേട്ടോ. ഇതൊക്കെ എന്തിനാ ഇവനെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. പിന്നുണ്ടല്ലോ, ഇതൊക്കെ എന്താണാവോ? ഇതൊക്കെ എന്താ സംഭവം? എന്താ ഇവൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് വേണടാന്ന് ചോദിച്ചപ്പോൾ ആ വേണം എന്നൊക്കെ പറഞ്ഞു. ഇതെന്താ? എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കാണാത്ത കുറേ ടൂൾസ് ഉണ്ട്. പിന്നെ ഒരു ടോർച്ചാണെന്ന് തോന്നുന്നു. അതായത് ഒരു ടോർച്ച് ഉണ്ട്. എവിടെയാണ് കത്തിക്കുക? കത്തുന്നില്ല. നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ട് ഇത് സാധനം കൊണ്ടു കിടന്നിട്ടില്ലെങ്കിൽ നല്ല പണിയാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ കത്തിയൊക്കെ ഇതൊക്കെ ഇതിനകത്തുനിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ നല്ല പണിയാവും. ഇതൊക്കെ മാറ്റേണ്ട സാധനങ്ങളുണ്ട്. കുറച്ച് സാധനങ്ങൾ മാറ്റേണ്ടതുണ്ട് കേട്ടോ. ഇതിൽ വലിയ ഡേഞ്ചർ അല്ലാത്ത സാധനങ്ങളെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ എന്താണാവോ? ഇത് മറ്റേ നമ്മുടെ മെഷർമെൻറ്റ് ടാപ്പില്ലേ, അതാണ് കേട്ടോ. അത് കൊള്ളാം, കാണാനൊക്കെ രസമുണ്ട്. ഇതൊക്കെ അവനെടുത്ത് കളിച്ചോട്ടെ. നമ്മുടെ ഫെവിക്വിക്ക് കേട്ടോ. ഫെവിക്വിക്ക് അല്ല, നമ്മുടെ പോലെ മറ്റേ സെല്ലോ ടാപ്പില്ലേ, സെല്ലോ ടാപ്പ്. പിന്നെ ഹാമർ. ഹാമറൊക്കെ ഇപ്പം വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കണം. പിന്നെ ഇതെന്താണാവോ സംഭവം? എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കണ്ടില്ല. എന്തൊക്കെയാണാവോ? അയ്യോ, ഇതെങ്ങനെയാണോ ഇത് വെക്കല്?
പിന്നെ കുറേ സ്ക്രൂ ഡ്രൈവർ കുറേ ഉണ്ട് കേട്ടോ. കുഞ്ഞണി പറിക്കാനുള്ള തിരക്കം കുറേ സ്ക്രൂ ഡ്രൈവറുകളുണ്ട്. പിന്നെ കുറേ നമ്മുടെ സ്ക്രൂകളുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഒരു ബോക്സ് നിറച്ച് ഇത് വേറെ എന്തോ ഒരു ഐറ്റം. നിങ്ങളൊക്കെ വീട്ടിലേ പിള്ളേർ ബർത്ത്ഡേക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണോ ഗിഫ്റ്റായിട്ട് ചോദിക്കലെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ കുറേ ചോദിച്ചു കേട്ടോ. ഞാനല്ല, ഞങ്ങൾ കുറേ ചോദിച്ചു വേറെ എന്തെങ്കിലും മേടിക്കാനാ, ഇത് വേണ്ടാന്ന്. അപ്പം അവൻ പറയുന്നത് അവൻ റീലിൽ ഏതോ ഒരു റീല് കണ്ട സമയത്ത്, റീലല്ല ബ്ലാഡ് ആൻഡ് നിക്കി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്. അത് കണ്ടപ്പോൾ അതിന് ആ കുട്ടികളെ കയ്യിൽ ഇങ്ങനെ ഉണ്ട്. എന്നിട്ട് അവരെ കാറൊക്കെ എവിടെയെങ്കിലും കേട് വരുന്ന സമയത്ത് അവർ തന്നെയാണ് അത് നന്നാക്കുന്നത്. അപ്പം എനിക്കും അത് മതിയെന്ന്, ഇത് മതിയെന്ന് പറഞ്ഞിട്ട് ഇവൻ ഒരു ദിവസം മുഴുവൻ വാശി പിടിച്ചിരുന്നു. ഞങ്ങൾ മാക്സിമം ഈ സാധനം ഒഴിവാക്കാൻ നോക്കിട്ടോ. എന്ത് ചെയ്യാനാ.